Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19 സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 5 സബ്ജക്ട്സിന്റെയും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഡിസ്കഷൻ ആണ് നമുക്ക് ചെയ്യാനുള്ള. കോസ്റ്റ് അക്കൗണ്ടിങ് സബ്ജക്റ്റിന്റെ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി പേപ്പർ ആണ് കോർപ്പറേറ്റ് റെഗുലേഷൻസ് ബികോം സ്റ്റുഡൻസിന്റെ. ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഡിസ്കഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം, ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. 4th semester CBCSS UG degree examination April 2023. Corporate regulations BCom 2019 admission onwards. 80 marks, 2.5 hours. So part A. Answer all questions. 2 marks ആണ് maximum, 25 marks. So ഓരോ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതിലാദ്യം, വാട്ട് ഈസ് എ ഗവൺമെന്റ് കമ്പനി? നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് ഗവൺമെന്റ് കമ്പനീനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ഗവൺമെന്റ് കമ്പനി ആൻസർ ഇതാണ്. ഗവൺമെന്റ് കമ്പനി ഈസ് എ കമ്പനി ഓർ എൻ ഓർഗനൈസേഷൻ ഇൻ വിച്ച് അറ്റ്ലീസ്റ്റ് 51% of the paid up share capital is held by central government or state government or partly by both central and state government. ഒരു കമ്പനിയുടെ 51%നേക്കാൾ കൂടുതൽ ഷെയർസ്, അറ്റ്ലീസ്റ്റ് 51, സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ ആ കമ്പനീനെ നമുക്ക് ഗവൺമെന്റ് കമ്പനി എന്ന് പറയാം. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. ഈസ് ഇറ്റ് മാൻഡേറ്ററി ടു ഗെറ്റ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഇൻ കേസ് ഓഫ് എ പബ്ലിക് ഓഫർ? പബ്ലിക് ഓഫറിന്റെ കേസിൽ ഈസ് ഇറ്റ് മാൻഡേറ്ററി ടു ഗെറ്റ് ദി സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യണോ ഇൻ കേസ് ഓഫ് പബ്ലിക് ഓഫർ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആൻസറിലോട്ട് പോകാം. ഇതാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണത്. യെസ്, ആസ് പെർ സെക്ഷൻ 40 ഓഫ് കമ്പനീസ് ആക്ട് 2013, it is mandatory for companies to make an application to one or more recognized stock exchange or exchanges and obtain permissions for the securities to be dealt with in such stock exchange or exchange before making a public offer. Easy. എന്താണ്? പബ്ലിക് ഓഫർ നടത്തുന്നതിനേക്കാൾ മുമ്പ് ലിസ്റ്റ് ചെയ്യപ്പെടണോ സെക്യൂരിറ്റി എന്നുള്ളതാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടാലേ നമുക്ക് പബ്ലിക് ഓഫർ പോസിബിൾ ആവുള്ളൂ. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് OPC? 1 person കമ്പനി. ഒരു ലാസ്റ്റ് 3 വർഷത്തെ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു 2 വർഷത്തെ പേപ്പറിൽ നമുക്കിത് കാണാൻ സാധിക്കും. 1 person കമ്പനി നിർബന്ധമായും പഠിക്കണം കേട്ടോ. സെക്ഷൻ ഇപ്പോൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, മെയിൻ സംഭവങ്ങൾ എഴുതിയാൽ മതി. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 62 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, 1 person കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് ഓൺലി 1 person ആസ് എ മെമ്പർ. ഈസി, 2 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്? ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താണ്? ആൻസർ, ദി ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഈസ് എ ഡോക്ട്രിൻ where all persons dealing with a company are deemed to have knowledge of the company's articles of association and memorandum of association. അതാണ് ഉദ്ദേശിക്കുന്നത്. കമ്പനിയിലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറണ്ടം എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിമെന്റ് ആണ്. അതിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ഈസ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്?
Number 5, contracts which are entered into by promoters with parties to acquire either some property or right for and on behalf of a company which is yet to be formed are called പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ്. കമ്പനി ഫോം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ കോൺട്രാക്റ്റിലോട്ട് ഏർപ്പെടുമ്പോഴാണ് നമുക്ക് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്ന് പറയാൻ സാധിക്കുക. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6. ഹൂ ഈസ് കോൺട്രിബ്യൂട്ടറി? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരാളാണ് കോൺട്രിബ്യൂട്ടറി ആരാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. The term contributory means every person liable to contribute to the assets of a company. കമ്പനിയുടെ അസറ്റ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അല്ലെ ചെയ്യുന്ന വ്യക്തി. ഇൻ ദി ഇവന്റ് ഓഫ് ഇറ്റ്സ് ബീയിങ് വൗണ്ട് അപ്പ്, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. ആൻഡ് ഇൻക്ലൂഡ്സ് ദി ഹോൾഡർ ഓഫ് എനി ഷെയർസ് വിച്ച് ആർ ഫുള്ളി പെയ്ഡ് അപ്പ് and for the purposes of all proceedings for determining and all proceedings prior to the final determination of the persons who are to be deemed contributories includes any person alleged to be a contributory. അപ്പോൾ കമ്പനി മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് അതാണ്, എവറി പേഴ്സൺ ലൈബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ്സ് ഓഫ് കമ്പനി. ഇപ്പോൾ പൂട്ടാണെങ്കിൽ അതിൻ്റെ കേസിൽ ലൈബിളായിട്ടുള്ള വ്യക്തി, ആ വ്യക്തി അതിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തണം. അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കമ്പനിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തിനെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ടറി എന്ന് പറയാം. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വാറം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഗെയിൻ ഒരു 3 വർഷത്തെ പേപ്പറിൽ ഉണ്ടാവും ക്വാറം എന്താന്നുള്ളത്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ക്വാറം കോമൺ ടൈമാണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. എത്ര മിനിമം ആൾക്കാർ വേണം ക്വാറം തികയ? ക്വാറം ഈസ് ദി മിനിമം നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർഡ് ടു കണ്ടക്ട് വാലിഡ് ബിസിനസ് അറ്റ് എ മീറ്റിംഗ്. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ മിനിമം വേണ്ട ആൾക്കാരെ. ഇഫ് ദർ ഈസ് ഇൻസഫിഷ്യൻറ്റ് പീപ്പിൾ ദി റെസൊല്യൂഷൻസ് പാസ്ഡ് അറ്റ് ദി മീറ്റിംഗ് വിൽ ബി ഇൻവാലിഡ് അല്ലെ. കോമൺ ക്വസ്റ്റ്യൻ ആണ് ക്വാറം ഒക്കെ. മിനിമം ഇത്ര ആൾക്കാർ വേണമെന്നുള്ളതാണ്. ദെൻ പ്രൊമോട്ടർ ആണ് ആരാണ്? ഹൂ ഈസ് എ പ്രൊമോട്ടർ? അതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രൊമോട്ടർ ആരാണെന്നുള്ളത് നിർബന്ധമായും നോക്കിയിരിക്കണം. ഇൻ എ സിമ്പിൾ വേർഡ്, ദി പ്രൊമോട്ടർ മേ ബി ആൻ ഇൻഡിവിജ്വൽ, എ ഫേം or a company that does all the necessary preliminary duties to bring a company into existence. എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അല്ലേ, ഒരു ഇൻഡിവിജ്വൽ ആവാം, ഫേം ആവാം, കമ്പനി ആവാം. ദി പ്രൊമോട്ടേഴ്സ് വർക്ക് ഈസ് ടു ഫോർമുലേറ്റ് ന്യൂ ഐഡിയാസ് ആൻഡ് ടു ഡെവലപ്പ് ഇറ്റ് ആൻഡ് ഓൾസോ പെർസ്യൂഡ് അതേഴ്സ് ടു ജോയിൻ ദി കമ്പനി. അപ്പോൾ ആ പേര് പറയുന്ന പോലെ തന്നെ കമ്പനിയുടെ അല്ലെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അവരെയാണ്. അത് ഇൻഡിവിജ്വൽ ആവാം, ഫേം ആവാം, കമ്പനി ആവാം. സോ അതാണ് പ്രൊമോട്ടർ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ റിപ്പീറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു എഗ്രിമെന്റിനെയാണ് അല്ലെ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്. രണ്ടും മാറി മാറി വരാറുണ്ട്. മെമ്മോറാണ്ടം ചോദിക്കാറുണ്ട്, ആർട്ടിക്കിൾസും ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി ആർ ഇറ്റ്സ് ബൈലോസ് ഓർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് govern the management of its internal affairs and conduct of its business. അല്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ആർട്ടിക്കിൾസും ചോദിക്കാറുണ്ട്, മെമ്മോറാണ്ടം ചോദിക്കാറുണ്ട്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DIN എന്താണ്? ഇതും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. DIN director identification number is a unique identification number issued to a prospective director by DIN cell of Ministry of Corporate Affairs. An individual should hold a DIN before being appointed as a director in any company. Okay, അപ്പോൾ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പറിനെയാണ് നമ്മൾ DIN എന്ന് പറയാം. നമ്പർ 11. What is a prospectus? Again repeat question ആണ് കേട്ടോ. prospectus എന്താന്നുള്ളത്. A prospectus is a formal document which provides details about an investment offering for sale to the public. നമ്മൾ
സെയിലിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്ന അല്ലേ ഫോർമൽ ഡോക്യുമെൻ്റ് ആണ്. അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഇൻ ദി കമ്പനി ഷെയർസ് വിൽക്കുമ്പോഴും ഡിബഞ്ചറോ എന്ത് കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം കൊടുക്കുന്നത് എന്താണ്? പ്രോസ്പെക്ടസ് ആണ്. പ്രോസ്പെക്ടസിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അഗെയിൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ബുക്ക് ബിൽഡിംഗ്? ഒരു 2-3 വർഷത്തെ പേപ്പറുകളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബുക്ക് ബിൽഡിംഗ്. നിർബന്ധമായി നോക്കിയിരിക്കണം. ബുക്ക് ബിൽഡിംഗ് is a method of efficient price identification used in initial public offerings (IPO). It is a technique in which investors submit bids at different rates that are higher than or equal to the floor price within the IPO's open period. After the bid deadline, the offer price is decided. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നോക്കണം. ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഫോർ എഫിഷ്യൻറ്റ് പ്രൈസ് ഐഡൻറ്റിഫിക്കേഷൻ യൂസ്ഡ് ഇൻ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. IPO നമ്മൾ ഷെയർ ആദ്യമായിട്ട് ഓഫർ ചെയ്യുന്നു. സോ അതിൽ നമ്മൾ കറക്റ്റ് പ്രൈസ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ഇറ്റ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റ് ബിഡ്സ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ് ദാറ്റ് ആർ ഹയർ ദാൻ ഓർ ഈക്വൽ ടു ഫ്ലോർ പ്രൈസ്. അല്ല, പല റേറ്റിൽ ഓഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ബോണസ് ഷെയർ? എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ അക്കൗണ്ടിങ്ങിലും പഠിച്ചിട്ടുണ്ട്. ബോണസ് ഷെയർസ് are additional shares given to current shareholders without any additional cost based upon the number of shares that a shareholder owns. These are companies' accumulated earnings which are not given out in the form of dividends but are converted into free shares. എന്താണ്? എക്സിസ്റ്റിംഗ് ഷെയർഹോൾഡേഴ്സിന് കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഷെയർസിനെയാണ് നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയാ. ഓക്കെ. Again, repeat the question, what do you mean by transmission of shares? Transmission of shares എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? It is the passing of title or ownership in shares from one person to another in the case of death, insolvency, lunacy of the shareholders. അല്ലേ, ഒരു ഷെയർ മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിൽ അത് ആ വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് അതിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയാ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിക്കുക. മൂവിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും റിപ്പീറ്റ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി? കമ്പനി പൂട്ടുന്നു അല്ലേ, അതാണ് വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ഈസ് ദി പ്രോസസ് വെയർ ബൈ ഇറ്റ്സ് ലൈഫ് ഈസ് എൻഡഡ്. It is the process of realization of assets, payment of the liabilities and distribution of surplus, if any, among the members of the company. അല്ല, പൂട്ടി കൊടുക്കാർക്ക് കൊടുത്ത് അവസാനിപ്പിക്കുക, അതിനെയാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് എ. മൂവിങ് ടു പാർട്ട് ബി. 5 മാർക്സ് ക്വസ്റ്റ്യൻസ് 8 ഉണ്ട്. ആദ്യത്തെ, what are the differences between public company and a private company? ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലേതെങ്കിലും ആണ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാ, പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും. മെമ്പേഴ്സ് പബ്ലിക് കമ്പനിയിൽ മിനിമം 7, മാക്സിമം അൺലിമിറ്റഡ് ആണ്. ഇവിടെ മിനിമം 2, മാക്സിമം 200. പബ്ലിക് ഇൻവിറ്റേഷൻ അലൗഡ് ആണ്, ഇവിടെ നോട്ട് അലൗഡ്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് പോസിബിൾ ആണ് ഫ്രീലി. റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് 3, ഇവിടെ അറ്റ്ലീസ്റ്റ് 2. പ്രോസ്പെക്ടസ് വേണം, ഇവിടെ വേണമെന്നില്ല. മിനിമം സബ്സ്ക്രിപ്ഷൻ വേണം, ഇവിടെ വേണമെന്നില്ല. പ്രൊവിഷൻ ഫോർ enrichment in articles approved through special resolution approved by all the members. ഓക്കെയാണ്. ലിമിറ്റഡ് എന്ന് പേര് വയ്ക്കും. പബ്ലിക് ലിമിറ്റഡ് ആകുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ്. പ്രിവിലേജസ്, നോ പ്രിവിലേജസ്, സം പ്രിവിലേജസ് ഉണ്ട്. മാനേജർ റെമ്യൂണറേഷൻ cannot exceed 11% of net profits. No restriction here. ക്വാറം മീറ്റിങ്ങിൻ്റെ കാര്യം പറയുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സ് 1000 to 5, നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇതിപ്പോൾ എല്ലാ പോയിന്റും എഴുതണമെങ്കിൽ 5 മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരു 6 പോയിന്റ് എഴുതിയാൽ മതി. ഈസി അല്ലേ? സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. Again, repeat question, what is doctrine of indoor management? Explain the exceptions to the doctrine of indoor
മാനേജ്മെന്റ് നിർബന്ധമായും പഠിക്കണം. ഡോക്ട്രിൻ ഓഫ് ഇൻഡോ മാനേജ്മെന്റ്. According to doctrine of indoor management, as for the internal proceedings of company are concerned, outsiders dealing with the company can presume that everything has been regularly done. അപ്പോൾ എന്താണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്? ഫോർ ദി ഇന്റേണൽ പ്രൊസീഡിങ്സ് ഓഫ് കമ്പനി ആർ കൺസേൺ. ഇന്റേണൽ outsiders dealing with the company can presume that everything has been regularly done. Exceptions: knowledge of irregularity, negligence on the part of outsider, forgery, then agent acting outside the scope of his authority. അപ്പോൾ ഇങ്ങനെ എന്താണ് ഡോക്ടർ ഇത്ര എഴുതിയപ്പോൾ പോരാട്ടോ 5 മാർക്സിന്. ബുക്കിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ആൻസർക്ക് നോക്കുമ്പോൾ മെയിൻ കൺസെപ്റ്റ് മാത്രം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ബുക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. ഓക്കെ, ആൻസറിലോട്ട് പോവാം നമുക്ക്. ഫങ്ഷൻസ് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായി. ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, അസംബ്ലിംഗ് റിസോഴ്സസ്, പ്രിപ്പയറിംഗ് preliminary documents, entering into preliminary contracts, naming the company, appointment of bankers, brokers, underwriters, etc. Okay. Any question number 19. What do you mean by resolutions? What are the different types of resolutions? അതും റിപ്പീറ്റ് ആണ്, നോക്കണം. Decisions of the members at annual general meeting are expressed by way of resolution. അല്ലേ, വിളിച്ചു കൂട്ടി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, മീറ്റിംഗ് വിളിച്ചിട്ട്. At the meetings, a definite proposal in the form of a motion is placed. It is discussed thoroughly and finally is put to vote. When the motion is passed by majority, അതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ അല്ലേ പാസ്സാക്കി എന്ന് പറയാം. In simple words, resolution means decision taken at the meeting. ഏതൊക്കെ റെസൊല്യൂഷൻ ഉണ്ട്? ഓർഡിനറി, സ്പെഷ്യൽ, റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ്. ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇത് ആൻസർ കീ ആയതുകൊണ്ടാണ് പോയിന്റ് ഔട്ട് ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ. Moving to question number 20, explain the benefits of CSR, corporate social responsibility to the company. Repeat question ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. Corporate social responsibility. Benefits: improved public image, increased brand awareness and recognition, cost savings, an advantage over competitors, increased customer engagement, greater employee engagement, more benefits for employees. ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കാര്യമില്ല. 5 മാർക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ ഓരോ പോയിന്റും. സോ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. Moving to question number 21, explain the procedure for voluntary winding up of company. Repeat question ആണ് കേട്ടോ. voluntary winding up ഇതൊക്കെയാണ് പ്രൊസീജിയേഴ്സ്. കൺവീൻ എ ബോർഡ് മീറ്റിംഗ് വിളിക്കണം വിത്ത് ദി ഡയറക്ടേഴ്സ് ആൻഡ് അപ്രൂവ് എ റെസൊല്യൂഷൻ. നോട്ടീസ് കോളിംഗ് ഫോർ ദി ജനറൽ മീറ്റിംഗ്, ജനറൽ മീറ്റിങ്ങിന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുക്കുക. ഓർഡിനറി റെസൊല്യൂഷൻ വിളിക്കുക, അതിന് മെജോറിറ്റി 3/4 അതിനെ സപ്പോർട്ട് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് ഷുഡ് ടേക്ക് പ്ലേസ് ഓൺ ദി സെയിം ഡേറ്റ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോളൂ. എ നോട്ടിഫിക്കേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യണം. സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ഓർഡിനറി ഓർ എക്സ്ട്രോർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യണം. കമ്പനീസ് അഫയേഴ്സ് മസ്റ്റ് ബി സബ്ജക്ട് ടു വൈൻഡ് അപ്പ് ആൻഡ് ലിക്വിഡേറ്റേഴ്സ് അക്കൗണ്ട്. ദി വൈൻഡിങ് അപ്പ് ഷുഡ് ബി പ്രിപ്പയർ ആൻഡ് ഓഡിറ്റ്. അപ്പോൾ അത്യാവശ്യമുണ്ട്. when the company's affairs have been entirely wound up and it is going to dissolve, a specific resolution should be enacted to dispose of the company's books and documents. പിന്നെ within 2 weeks following the company's general meeting, applicant may file a copy അല്ലെങ്കിൽ application details ട്രൈബ്യൂണലിൽ. നോക്കാട്ടോ മൊത്തമുള്ള പോയിന്റ്സ്. ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം. ബുക്കിലുണ്ട്,
ആദ്യത്തെ ഒരു 4 പോയിന്റ്സ് ഇതാണ്, പിന്നെ വരുന്ന പോയിന്റ്സ് ലാസ്റ്റ് ഇത്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. മൂവിങ് ടു question number 22, again repeat question. Process of dematerialization. Dematerialization എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. Dematerialization process, shareholders to submit physical share transfer along with dematerialization request form DRF to the respective DP. Dematerialization ഇലക്ട്രോണിക് ആക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഡിമാറ്റ് അക്കൗണ്ട് അല്ലേ. Dematerialization, DP will initiate the register and transfer agent of the company the request submitted by shareholders through the electronic system NSDL CDSL. നടക്കുന്ന സ്റ്റെപ്പുകളാണ്. The DP will also submit the share certificate and DRF submitted by shareholder to the registrar and transfer agent of the company. പിന്നെ the registrar and transfer agent of the company, after validation of request, will update the register of members and confirm the depository. The depository will accept DP's account. The DP will credit respective demat account. അപ്പോൾ ഡിമാറ്റീരിയലൈസേഷൻ പ്രോസസ്സാണ് ചോദിക്കുന്നത്. റിപ്പീറ്റ് ആയിട്ടുള്ളതാണ്, 2 മാർക്കിനും ചോദിക്കാം, അതുപോലെ തന്നെ 5 മാർക്കിനും ചോദിക്കാം. ഓക്കെ, മൂവിങ് ടു പാർട്ട് ബിയിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതും റിപ്പീറ്റാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആറ്റ് ദി കമ്പനി അല്ലേ നീഡ്സ് ടു ഫോളോ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, സെക്യൂരിറ്റി, ഇതൊക്കെ അതിലുണ്ടായിരിക്കും. അതിന് ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. It shapes growth and future of capital markets of the economy. Fundraise ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കമ്പനീസ് മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം ലിങ്ക് ചെയ്യുന്നു. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇന്നോവേറ്റീവ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നു അല്ലേ. അങ്ങനെ പോയിന്റ്സ് ഉണ്ട്. സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് നോക്കാം. ഒരു 6 പോയിന്റ് കൊടുത്ത ഇമ്പോർട്ടൻസ് 5 മാർക്ക് ലഭിക്കും കേട്ടോ. So that's about part B. Moving to part C, last part, essay. റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് മിക്കതും. അതിൽ ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്റർ, വാട്ട് ഈസ് കോർപ്പറേറ്റ് വെയിൽ, വാട്ട് ഡു മീൻ ബൈ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ, എക്സ്പ്ലെയിൻ ദി കേസസ് ഇൻ വിച്ച് കോർപ്പറേറ്റ് വെയിൽ ക്യാൻ ബി ലിഫ്റ്റഡ്. റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ, നിർബന്ധമായും പഠിക്കണേ. കോർപ്പറേറ്റ് വെയിൽ ബുക്കിൽ നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. കോർപ്പറേറ്റ് വെയിലിൻ്റെ കൺസെപ്റ്റ് ഇറ്റ്സ് എ ഷീൽഡ് ദാറ്റ് പ്രൊട്ടക്ട്സ് ദി മെമ്പേഴ്സ് ഫ്രം ദി ആക്ഷൻ ഓഫ് കമ്പനി. If a company, in simple words, if a company violates any law or incurs any liability, then the members cannot be held liable. എന്തെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ shareholders enjoy protection from the acts of the company. Lifting the corporate veil means ignoring that a company is a separate legal entity ആണ് എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. As a corporate personality, lifting of corporate veil ignores the separate identity of the company and looks back at the true owners who are in control of the company. അപ്പോൾ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലേ ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റാണ് കോർപ്പറേറ്റ് വെയിൽ. അപ്പോൾ ഞാനിതൊക്കെ ഇനി ക്വിക്ക് റിവിഷൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ പഠിക്കുക. ഇതാണ് ആൻസർ. ലിഫ്റ്റിംഗ്, വാരിയസ് കേസസ് അണ്ടർ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ, ഫസ്റ്റ് പോയിന്റ്. അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ, രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇത്ര പോരാ എസ്ഐക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ബുക്കിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് എസ്ഐ ക്വസ്റ്റ്യൻ, പ്രൊസീജിയർ. Explain the procedure of appointment and removal of directors. Appointment and removal directors-ന്റെ അതാണ് നെക്സ്റ്റ്.
So directors may be appointed in two ways. Appointment of first directors, subsequent directors. എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇതിൽ then directors may be removed by shareholders tribunal central government. ഇതാണ് പോയിന്റ്സ്. ഇത്ര എഴുതിയപ്പോൾ ഓരോ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. Moving to next essay question. Joint stock company എന്താണ്? What are the characteristics of joint stock company? Explain the stages in company formation. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1-2 പേപ്പറിലോ 1-2 വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും രസം. കമ്പനി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാവർക്കും അറിയുന്നതാണ്. വോളണ്ടറി അസോസിയേഷൻ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപച്വൽ സക്സഷൻ, ലിമിറ്റഡ് ലൈബിലിറ്റി, അല്ല ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, അതൊക്കെയാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് കമ്പനിയുടെ ചോദിച്ചിരിക്കുന്ന ഒരു എസ്സേ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും റിപ്പീറ്റാണ്. What are the categories, different categories of company meetings, essentials of a valid meeting? എന്തൊക്കെയാണ് നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഒക്കെ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ കാറ്റഗറീസ് ഓഫ് മീറ്റിംഗ് ഏതൊക്കെയാണ്? പലതരത്തിലുള്ള മീറ്റിംഗ്, സ്റ്റാറ്റ്യൂട്ടറി, ജനറൽ, അല്ല ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രോർഡിനറി ജനറൽ മീറ്റിംഗ്, ഇങ്ങനെ പലതരത്തിലുണ്ട്. എൻ്റെ എസെൻഷ്യൽസ് മീറ്റിങ്ങിൻ്റെ പ്രോപ്പർ കൺവീനിങ് അതോറിറ്റി, നോട്ടീസ്, ക്വാറം തികഞ്ഞിരിക്കണം, ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ് വേണം, അജണ്ട, മിനിറ്റ്സ്, പ്രോക്സി, വോട്ടിംഗ്, റെസൊല്യൂഷൻ. അപ്പോൾ ഇതൊക്കെ മീറ്റിങ്ങിൽ കാറ്റഗറിയും പിന്നെ എസെൻഷ്യൽസിൽ വരുന്ന പോയിൻ്റാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻ. ഇതൊക്കെ 10 മാർക്കിൻ്റെ എസ് എം ഇത്ര രീതിയിൽ അത് ആൻസർ കെ ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കണം കേട്ടോ. ഓക്കെ, സോ ഇതാണ് കോർപ്പറേറ്റ് റെഗുലേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇനി മറ്റ് സബ്ജക്ട്സിൻ്റെ ചെയ്യും. അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാമിനേഷൻ ടിപ്സ്, ക്വിക്ക് റിവിഷൻ, ലാസ്റ്റ് ഡേ നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ദെൻ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോസ്റ്റ് അക്കൗണ്ടിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും ഈ 2 സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.